പത്മശ്രീ ഓസ്കാർ അവാർഡ് ജേതാവ് കൂടിയായ സുകുമാരണ്ണൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിൽ ആരും നാടകക്കാരായി ജനിക്കുന്നില്ല. പട്ടിണി അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത്. നിങ്ങൾ അനുഭവിച്ചാലും. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ. നാടകം ആരംഭിക്കും. അയ്യോ കുറെ നേരമാണല്ലോ എല്ലാം കൂടി കിടന്ന് കലകുലാന്ന്. എന്താ ഇത്ര നേരമായിട്ട് നാളെ തുടങ്ങാത്തെ? കാലവാരി തറയല്ല, കാലവാരി മേപ്പോട്ടിരുന്നാൽ നീയൊക്കെ കാർണകത്തിനിടെ പോയി തങ്ങി നിൽക്കും. പിന്നെ ഒരു മഴ പെയ്താലേ നീക്ക് താഴത്തേക്ക് വരുള്ളൂ. മനസ്സിലാടാ? ശബരി, ഞങ്ങളുടെ 12ാമത് നാടകം. ആരാണ് എന്റെ പ്രൊഡ്യൂസർ? അഥവാ അമ്മയുടെ ഭർത്താവാണ് എന്റെ അച്ഛൻ. ഭഗവതി, കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി, ഭവാനി. എന്താ മനസ്സിലാ? നമ്മുടെ മകൾ എവിടെ പോയിടി? ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത്? തൊഴുതു തുടങ്ങുമ്പോ ചെരുപ്പ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പുതിയൊന്നും കിട്ടാത്തത് കൊണ്ട് എന്റെ പഴയ ചെരുപ്പന്നെ കേട്ടോണ്ട് പോകും. മോളെ, അമ്പലത്തിൽ പോയിട്ട് അർച്ചനയും വെടിവെളിപാടും നടത്തിയോ? പുത്തൻപുരിയിൽ ഭാർഗവന്റെ പ്രിയ പത്നി ഭവാനി ഒരു വെടി, ഭവാനിയുടെ ഭർത്താവ് ഭാർഗവൻ മറ്റൊരു വെടി, പിന്നെ ഞാൻ, അങ്ങനെ ഒരു കുടുംബത്തിന് 3 വെടിവെളിപാട്. എന്താടി കയ്യിൽ? അവിടത്തേക്ക് പ്രസാദം. എവിടെ തേക്കാൻ? ഇവിടെയൊക്കെ തേക്കാൻ പറ്റില്ല, കൊണ്ടുപോയി. മോളെ, ഇന്നെങ്കിലും കുളിച്ചു വൃത്തിയായി തലയിൽ ചെമ്പരത്തി പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണെന്ന് വിശ്വസിച്ച് ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ രമേശേട്ടൻ? No! Impossible! അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ല, പാർവതിയുടെ കല്യാണം നടക്കില്ല. അത് പറയാൻ നീ ആരാ? പറഞ്ഞാണെങ്കിൽ ഞാനാരാ? അത് തന്നെ എനിക്ക് പറയണത്. വല്ലവരെയും വീട്ടിൽ വന്ന് കല്യാണം നടക്കില്ലെന്ന് പറയാൻ ഞാനാരാ? ഞാൻ പോട്ടെ. പാർവതി എന്റെ മുറപ്പെണ്ണാണ്. എടാ, അവന്റെ മകളാണ് ഞാൻ. എന്റെ മകളാണ്. അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാടുന്ന നിന്റെ ശവശരീരമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കടയ്ക്ക് പുറത്ത്, എന്റെ പുറത്തല്ല, വീടിന് പുറത്ത്. എടാ രമേശ, ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അറിയാം, പപ്പൻ. രമേശേട്ടാ, വേഗം പൊയ്ക്കോ. പപ്പേട്ടന്റെ കയ്യിൽ കിട്ടിയ ഗണപതിക്ക് അടിച്ച തേങ്ങ പോലെയാണ് രമേശേട്ടൻ. 3 പേരോട് കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദൈവം കാല് വന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ ഓടാനും കൂടില്ല. അമ്മച്ചനകത്ത് പോ. അമ്മായിച്ചനോ? അയ്യോ, അതല്ല, അമ്മയും അച്ഛനും ഇപ്പോൾ അകത്ത് പോകാൻ. രമേശേട്ടന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഭവാനി, നമുക്ക് പോകാം. രമേശേട്ടന് പുണ്ണാക്ക് വേണോ? അയ്യോ, പിണക്കമാണോ? എനിക്കാരോട് പിണക്കമില്ല. ഏട്ടൻ എന്നെ വറുത്തുവല്ലേ? അല്ല, വെറുത്തുവല്ലേ? നീയല്ലേ എന്നെ വറുത്തത്? ഇല്ല, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് രമേശേട്ടന്റെ ഒപ്പം മാത്രമായിരിക്കും. ദൈവമേ, ഇവളെന്നെ കൊലക്ക് കൊടുക്കുക. രമേശേട്ടൻ ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? ഒരിക്കൽ പാടവരമ്പത്ത് കൂടി നമ്മൾ കൈകോർത്ത് പിടിച്ച് നടക്കുമ്പോൾ
രമേശൻ കാല് വഴുതി തറയിൽ വീണു. അമ്മന്റെ തല പോയി തലയിലടിച്ചതും അമ്മന്റെ തല പോയി തലയിലടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ? അതെ, വെളിയിൽ വന്ന തലച്ചോറ് കാക്ക കുത്തിക്കൊണ്ടുപോയപ്പോൾ പകരം ഹോട്ടലിൽ നിന്നും 12 രൂപ 50 പൈസയ്ക്ക് ഒരു ചോറ് വാങ്ങി തലയിൽ വെച്ച് തന്ന ഈ പാവം എന്നോട് ക്ഷമിക്കും പാർവതി, എന്നോട് ക്ഷമിക്കും. ഇന്നലെ വീട്ടിൽ പട്ടിണിയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോറെടുത്ത് ചാളക്കറിയും കൂട്ടി ഞാൻ തിന്നു പാർവതി, തിന്നു. രമേശേട്ടനൊരു കൊതിയനാണ്, കൊതിയൻ. പാർവതി, അയ്യോ അയ്യോ പപ്പേട്ടൻ. രമേശേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. നിൽക്കുക. മോനെ പപ്പ, അമ്മേ, പപ്പ. അമ്മേ, ഞാനും ഒന്ന് കാണട്ടെടി പാപ്പാ. മോനെ, എന്റെ പൊന്നുമോനെ പപ്പ, നിന്നെ ഈ അമ്മയൊന്ന് കണ്ണു നിറയെ കാണട്ടെടാ. മോനെ പപ്പ, ജയിൽ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. എന്റെ ഊപ്പാട് വന്നു. അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും? ഏയ്, ചെന്ന വഴി ജയ് സൂപ്രണ്ട് കാലേ വാരി ഒരു ഒറ്റയടി. പിന്നെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരിയെടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല, പിന്നെ ആ കളരി. അതെ, എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതി? അല്ല, കുഞ്ഞിപ്പൊങ്ങൾ പാർവതി. ഞാൻ ഇപ്പൊ വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊല്ലിഞ്ഞവനെ. ഈശ്വരാ, ചതിച്ചു. പാർവതിക്കുട്ടിയെ കാണുന്നില്ല. കൂടെ ആ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ കുത്തി മറച്ചിരിക്കും. നിൽക്ക്. അവന്റെ കൈകൊണ്ട് ചാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. പോടാകത്ത്. ഭവാനി, വിളിക്കടി പോലീസിനെ. വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഇന്ന് ഞാൻ തട്ടിപ്പകരുത്, അടക്കിക്കളയും. അല്ല, അടങ്ങിപ്പോകരുത്, തട്ടിക്കളയും. പപ്പേട്ടാ, രമേശേട്ടനെ ഒന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. സത്യം പറയടി, ആരാടി ഈ ഗർഭത്തിന് ഉത്തരവാദി? ഞാൻ സതിമന്ദിരത്തിൽ സുഭദ്രയുടെ മകൻ രമേശൻ എന്ന ഈ ഞാൻ. അപ്പൊ നീയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? ഏയ്, ഞാനങ്ങല്ല. ഗർഭത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി, അത്ര തന്നെ. അതെ, ഇതിന് ഉത്തരവാദി രമേശേട്ടൻ മാത്രമാണ്. അതെ, നീ മാത്രമാണ് ഈ ഉത്തരവാദി. നീ മാത്രമാണ് ഇതിന് ഉത്തരവാദി. ഓടാണ്, ഞാനങ്ങല്ല. അടിപൊളി നാടകം കൊടുക്കുമല്ലോ. നാടകം പറയട്ടെ, നാടകം പറയട്ടെ. എന്താ കാര്യം എന്താണ്? എടാ, വല്ല അലവലാതി പെമ്പിള്ളാരെ എന്റെ തലയ്ക്ക് കെട്ടിവെക്കാൻ നോക്കണം നാടകത്തിന്റെ കാര്യം. എടാ, ഇത് നാടകമാണ്, ഡയലോഗ് പറയാൻ. ആ നാടകമായിരിക്കും എന്ത് തന്നെയായാലും ഈ പരിപാടി ഇവിടെ നടക്കൂല. മര്യാദക്ക് ഡയലോഗ് പറയടാ. ഒറ്റ പോരാട്ടാ അവിടുന്ന്. എനിക്ക് പറ്റൂല എടാ, കളി. കമ്മറ്റിക്കാര് കാശ് നാടകം തീർക്കേണ്ട കാശ് ഡയലോഗ് പറയാൻ. എന്നെ പറഞ്ഞ ഈ കൂതറപ്പടിയിൽ ഞാൻ കെട്ടണം. എന്നെ കൊണ്ട് പറ്റൂല.
തങ്കമാ